കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇൻഡസ്റ്റൈൻ്റെ ഒരു ബേസിക് സീലിയാക് ഡിസീസ് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വാട്ട് ഡു വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്? അതായത് നമ്മുടെ ഇൻഡസ്റ്റൈനൊരു ലൈനിങ് ഉണ്ട്. ആ ലൈനിങ്ങിൽ എന്താ ഉള്ളത്? ഇൻഡസ്റ്റൈനിൽ വില്ലയെ കാണാൻ പറ്റും. ആ വില്ലയുടെ ഹെൽപ്പ് എന്താ? നമ്മുടെ ഈസി പാസിങ് ഓഫ് കണ്ടന്റ്, അതായത് ഇൻഡസ്റ്റൈനിൽ കൂടെ പോകുന്ന സാധനങ്ങൾ എളുപ്പത്തിൽ പോവുകയും വേണം, അതിന്റെ കൂടെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ഗുണം? നമ്മളെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. ഇതാണ് ഇൻഡസ്റ്റൈൻ്റെ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് കേട്ടോ. അപ്പൊ ഇൻഡസ്റ്റൈനിൽ വില്ലയുണ്ട്. ഈ വില്ലയ കാരണം നമ്മൾ ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ ഇൻക്രീസ് ആവും, വെള്ളം അബ്സോർബ് ചെയ്യും, ഫാറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും മെറ്റബോളിസം വന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അബ്സോർബ് ചെയ്യുന്നത് ഇൻഡസ്റ്റൈനിലാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ സീലിയാക് ഡിസീസ്? സീലിയാക് ഡിസീസിനെ നമ്മൾ ഗ്ലൂട്ടൻ മോൾ എൻട്രോപ്പതി എന്ന് കൂടെ പറയും. ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് ഫുഡിൽ. അതൊരു പ്രോട്ടീൻ കണ്ടന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന മിക്ക ഫുഡ് ഐറ്റംസിലും ഈ ഗ്ലൂട്ടൻ ഉണ്ട്. ബട്ട് ചില ആൾക്കാരെ ഈ ഗ്ലൂട്ടനോട് സെൻസിറ്റീവ് ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാധനത്തിനോടൊരു അലർജിക് റിയാക്ഷൻ പോലെ വരില്ലേ? അപ്പൊ ചില ആൾക്കാര് ഈ ഫുഡിൽ കാണുന്ന ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീനോട് സെൻസിറ്റീവ് ആയിരിക്കും. അത് ഓരോ ഡിഗ്രിയിലായിരിക്കും ഈ സെൻസിറ്റിവിറ്റി വരുന്നത്. അപ്പൊ ഈ ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി കാരണം എന്ത് പറ്റും? ഇത് ചെന്ന് അഫക്ട് ചെയ്യുന്നത് ഈ ഇൻഡസ്റ്റൈനിലുള്ള വില്ലയിലായിരിക്കും. അപ്പൊ എന്ത് പറ്റും? ആ ഇൻഡസ്റ്റൈനൽ വില്ല അട്രോഫി ആയിപ്പോ നശിച്ചു പോകും. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഡസ്റ്റൈനൽ വില്ലയുടെ ഫംഗ്ഷൻ എന്താ? അബ്സോർപ്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? മാൽ അബ്സോർപ്ഷൻ വരും, മാൽ ഡൈജഷൻ വരും, ഡയറിയ വരും. കാരണം എന്താ? ഇതൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല, വെള്ളം അബ്സോർബ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഡയറിയ വരും, മാൽ അബ്സോർപ്ഷൻ വരും, നമ്മുടെ ബോഡിയിൽ ന്യൂട്രിയൻ കണ്ടന്റ്സിന്റെ അളവ് കുറയും. അപ്പൊ എന്താണ് ഈ ഗ്ലൂട്ടൻ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? എന്നാലും മാത്രമല്ല നമുക്ക് ഈ സെൻസിറ്റീവ് ആയ ആൾക്കാരോട് ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ബ്രോ ഡയറ്റ് എന്ന് പറയുന്നത്. ബ്രോ എന്ന് പറഞ്ഞാൽ ഐബ്രോയുടെ ബ്രോ, BROW. അതെന്താ? ബ്രോ. ബി എന്ന് പറഞ്ഞാൽ ബാർലി, ആർ എന്ന് പറഞ്ഞാൽ റൈ, O എന്ന് പറഞ്ഞാൽ ഓട്സ്, W എന്ന് പറഞ്ഞാൽ വീറ്റ്. ബാർലി, റൈ, ഓട്സ്, വീറ്റ്. പിന്നെ ആ കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മുടെ സാധാരണ കോൺ. നമ്മൾ പോപ്കോൺ ഉണ്ടാക്കുന്ന കോണില്ലേ, അതും വരും ആ കാറ്റഗറിയിൽ തന്നെ കേട്ടോ. അപ്പോ നമ്മൾ സീലിയാക് ഡിസീസ് എന്താണ്? ഗ്ലൂട്ടൻ എന്ന് പറയുന്ന സാധനം പോയിട്ട് ഇൻഡസ്റ്റൈനൽ വില്ല അഫക്ട് ചെയ്യും, അട്രോഫി ആവും, അബ്സോർപ്ഷൻ അഫക്ട് ചെയ്യും. ഇത് അവോയ്ഡ് ചെയ്യാനുള്ള ഫുഡ് ബ്രോഡായിട്ട്, അതായത് ബാർലി, റൈ, ഓട്സ്, വീറ്റ്. പിന്നെ എന്താ സംഭവിക്കുക? മാൽ അബ്സോർപ്ഷൻ വരും, മാൽ ഡൈജഷൻ വരും, ഡയറിയ വരും. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് നമ്മള് സീലിയാക് ഡിസീസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ സീലിയാക് ഡിസീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മിക്കപ്പോഴും നമ്മളടുത്ത് പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, ഞാനിപ്പോ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ ടോപ്പിക് പീഡിയാട്രിക്സ് ആണ് നമ്മളിപ്പോ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇതിൽ വരുന്ന ഒരു സാധനമാണ് സീലിയാക് ക്രൈസിസ് കേട്ടോ. സീലിയാക് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ ഗ്ലൂട്ടൻ സെൻസിറ്റീവ് ആയിട്ട് ഒരാള്, അതായത് സീലിയാക് ഡിസീസ് നമ്മൾ പറഞ്ഞ ഒരാള് ചെന്നിട്ട് ഗ്ലൂട്ടൻ കണ്ടന്റ് ആക്സിഡന്റലി അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ കുട്ടികൾ അറിയാതെ കഴിച്ചു എന്നിരിക്കും. അങ്ങനെയൊക്കെ എക്സസീവ് ആയിട്ട് കഴിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? കുറച്ച് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് അക്യൂട്ട് ഡയറിയ ഉണ്ടാവും, സിവിയർ അബ്ഡോമിനൽ പെയിൻ വരും, പിന്നെ സ്റ്റിയറ്റോറിയ വരും കേട്ടോ. അപ്പൊ എന്താണ് അക്യൂട്ട് ഡയറിയ? എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം ഇൻഡസ്റ്റൈനിന് വില്ലയ്ക്ക് അവിടെ കപ്പാസിറ്റി പൂർണ്ണമായും നശിക്കും. അപ്പം നല്ല വാട്ടറി ആയിട്ട് ഡയറിയ വരും. പിന്നെ ഫാറ്റ് കണ്ടന്റ് കാണാൻ പറ്റും. കാരണം എന്താ? വില്ലയ്ക്ക് അബ്സോർബ് ചെയ്യാനുള്ള കഴിവില്ലല്ലോ, അട്രോഫി ആയിട്ട് ഇരിക്കുകയല്ലേ. ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ബാഡ് സ്മെല്ല് കാണും. അപ്പോൾ ഈ സ്റ്റിയറ്റോറിയ എന്ന് പറയുന്നത് യെല്ലോ കളറിലുള്ള ഒരു ഫാറ്റ് ആണ് കണ്ടോ. മാൽ അബ്സോർപ്ഷൻ വരുമ്പോൾ സ്റ്റിയറ്റോറിയ കാണും. അപ്പോൾ ഫാറ്റ് കണ്ടന്റ് കാണും. അത് എക്സസീവ് ഫൗൾ സ്മെല്ലിംഗ് ആയിരിക്കും. ഇത് കാണുന്നത് സീലിയാക് ക്രൈസിസിലാണ് കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ എക്സ്ട്രീം അബ്ഡോമിനൽ പെയിൻ ആയിട്ടും ഇത് പ്രസന്റ് ചെയ്യും കേട്ടോ. അപ്പം നമ്മളപ്പോ എന്താ ചെയ്യണ്ടേ? ലൈഫ് ലോങ് ആയിട്ട് ഈ ഗ്ലൂട്ടൻ കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കണം. ബ്രോഡ് ആയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ബ്രോ എന്ന് പറയുന്ന സാധനങ്ങൾ ബാർലി, റൈ, ഓട്സ്, വീറ്റ്, അതിന്റെ കൂടെ കോണ്, അതൊക്കെ നമ്മൾ ലൈഫ് ലോങ് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അക്യൂട്ട് ഡയറിയ, സ്റ്റിയറ്റോറിയ, അബ്ഡോമിനൽ പെയിൻ ആയിട്ട് പേഷ്യന്റ് പ്രസന്റ് ചെയ്യും കേട്ടോ. പിന്നെ അടുത്തേന്ന് പറഞ്ഞാൽ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ് ആണ് അടുത്തൊരു ടോപ്പിക്.